വിവാഹം എന്ന് പറഞ്ഞാൽ തുടർ പഠനത്തിനും ജോലിക്കുമൊക്കെ തടസ്സമാകും, പ്രശ്നമാകും എന്നാണ് ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താ? വിവാഹം സുരക്ഷിതമായ ജീവിതത്തിന് വഴി തുറക്കുകയാണ് ചെയ്യുക. മൻ തസവ്വജ ഫഖദ് അഹ്റസ ശത്റ ദീനിഹി. ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവൻ അവന്റെ ദീനിന്റെ പകുതിയെ അവൻ സംരക്ഷിച്ചു. ഫൽയത്തഖില്ലാഹ ഫീ ശത്രി. ഇനി ബാക്കി പകുതിയിൽ അള്ളാഹുവിനെ അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. ശരിക്കും നമ്മൾ ഈമാന്റെ പകുതിയാണ് എന്ത്? വിവാഹം കഴിക്കുക. അപ്പൊ ശരിക്കും ഒരു സുരക്ഷിതത്വ ബോധം കിട്ടും. ഒരു വിവാഹം കഴിച്ച ഒരു ഭർത്താവും കൂടി ജീവിതത്തിലേക്ക് വരും. അപ്പൊ നമുക്ക് യാത്ര ചെയ്യണം, എന്തെങ്കിലും ഇന്റർവ്യൂവിന് പോകണം, എവിടെയെങ്കിലും പഠിക്കാൻ പോകണം, അതിനൊക്കെ പോകാനും പോരാനും ഒക്കെ ഒരു കൂടെ ഒരാളായില്ലേ, ഒരു തണലായില്ലേ. ഒരു പ്രശ്നത്തിലും നമ്മൾ ഉൾപ്പെടില്ല. എല്ലാ അസാനമാർഗിക കാര്യത്തിലും നമുക്ക് രക്ഷപ്പെടാം. നമ്മളെ കണ്ണിനെ താഴ്ത്താൻ പറ്റും, ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ പറ്റും. എത്ര ആളുകൾ അങ്ങനെ പഠിച്ചു ഉന്നതിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു തടസ്സമല്ല. ഇതൊക്കെ പിശാച് നമുക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, വിവാഹം വൈകിപ്പിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ കൂടി വിളിച്ചു വരുത്തും. അത് ദീനിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തും, ബറക്കത്ത് നഷ്ടപ്പെടുത്തും, ആരാധനയിൽ ഭക്തി നഷ്ടപ്പെടുത്തും. നാം ഇനി കല്യാണത്തിന് കുറച്ച് വൈകിയാണ് തയ്യാറാകുന്നത് എങ്കിൽ അപ്പോ അനുയോജ്യമായ ഇണകളെ നമുക്കൊരു പക്ഷേ ലഭിച്ചു എന്ന് വന്നേക്കില്ല. അങ്ങനെ അവസാനം മാനസിക സമ്മർദ്ദത്തിന് നമ്മൾ അടിമയാകും. അത് സാമൂഹിക സമ്മർദ്ദത്തിലേക്ക് നമ്മൾ വലിച്ചെറിയും. മാത്രവുമല്ല, ശാരീരികമായും പ്രശ്നങ്ങളുണ്ട്. ഗർഭധാരണത്തിന് സാധ്യത കുറയും, മാതൃത്വത്തിൽ വെല്ലുവിളികൾ വരും, വ്യത്യസ്ത രോഗസാധ്യതകൾ ഉണ്ടാകും. അവസാനം ഇസ്ലാമിക സംസ്കാരം വിട്ടു ജീവിക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകുമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സ്ത്രീകളുടെ അണ്ടങ്ങളുടെ എണ്ണത്തിൽ പ്രായം കൂടുന്തോറും എണ്ണം കുറഞ്ഞു വരും. 30 വയസ്സിന്റെ മധ്യത്തോടെ ക്രമാതീതമായി സ്ത്രീകളുടെ അണ്ടം കുറഞ്ഞു വരുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ആ അണ്ടത്തിന്റെ ഗുണനിലവാരത്തിൽ കുറവ് വരും. ഗർഭം അലസാൻ കൂടുതൽ സാധ്യതയുണ്ടാകും. ഗർഭകാലത്തുള്ള പ്രമേഹത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാകും. മാത്രവുമല്ല, മാസം തികയാതെയുള്ള പ്രസവങ്ങൾ വർദ്ധിച്ചു വരും. ജനന വൈകല്യമുള്ള കുട്ടികൾ ജനിക്കാൻ കാരണമാകും. ഇതൊക്കെ ഞാർക്കും സംശയം ഉണ്ടെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ പോയി അന്വേഷിച്ചു. ഇതൊക്കെ പ്രായമായിട്ട് ഗർഭം ധരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏത് നിലക്ക് ഇപ്പം നോക്കിയാലും, മതപരമായി നോക്കിയാലും, സാമൂഹികമായി നോക്കിയാലും, വൈദ്യശാസ്ത്രപരമായി നോക്കിയാലും, വിവാഹം വൈകിപ്പിക്കുന്നത് ഒട്ടനവധി വെല്ലുവിളികളാണ് നമുക്ക് ഉണ്ടാക്കുക. ഇത് മനസ്സിലാക്കി ഇസ്ലാം പറയുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം.